നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. മല്ലപ്പള്ളി താലൂക്കിലെ മിക്ക ക്വാറികളും ജനജീവിതത്തിന് ഭീഷണിയാകുന്നുവെന്ന് പരാതി. ഇത്തരം ക്വാറികൾക്കെതിരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. തിരുവല്ല നിയോജകമണ്ഡലത്തിന് റാന്നി നിയോജകപ്പെട്ട എഴുമറ്റൂര്, ചുങ്കപ്പാറ എന്നീ പ്രദേശങ്ങളിലുള്ള ഒരുപാട് ജനങ്ങളുടെ സാധാരണപ്പെട്ട ആൾക്കാരുടെ ജനവിഭാഗങ്ങളുടെ ജീവിതത്തിനും ഉറക്കത്തിനും പോലും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരുപാട് പാറമടകൾ ആ പ്രദേശത്തുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളും മുന്നിട്ട് നിന്നുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പല പ്രാവശ്യവും പലപ്പോഴായിട്ട് ഇത് പ്രവർത്തനം നിർത്തിയ സുനാമി പോലുള്ള പാറമടകൾ അതുപോലുള്ള രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പാറമടകൾക്ക് അങ്ങനെയുള്ള പേരുകൾ കൊടുക്കുന്നത്. അപ്പം ആ രീതിയിൽ പ്രവർത്തിച്ചിട്ട് പോലും ജനങ്ങൾ അതിനെതിരെ പ്രതിഷേധമായിട്ട് ഇറങ്ങുന്ന സാഹചര്യത്തിൽ അതിനെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഒരു രീതിയിൽ കൂടി മുമ്പോട്ട് പ്രവർത്തിച്ചുകൊണ്ട് പോവുകയാണ്. 3-4 പ്രാവശ്യത്തോളം അവർക്ക് അവിടെ നിന്നുള്ള പെർമിഷൻ കൊടുക്കാതെ നിർത്തിവെക്കുകയും അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും പ്രവർത്തിക്കുകയും വീണ്ടും പ്രവർത്തനം നിർത്തിവെക്കുകയും വീണ്ടും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആണ് ഇവരുടെ രീതികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം സുനാമി, പിന്നെ രവീന്ദ്ര, ഇങ്ങനെയുള്ള പാറമടകൾ, എഴുമറ്റൂര്, ചുങ്കപ്പാറ, ഇങ്ങനെ ഈ പ്രദേശത്തുള്ള ഒരുപാട് പാറമടകളുണ്ട്. ഒരു 6-7ഓളം പാറമടകൾ ഒരു ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. ഒരു ചെറിയ സർക്കിളായിട്ട് നമ്മൾ കൂട്ടുവാണെങ്കിൽ ആ സർക്കിളിനുള്ളിൽ 6-7 പാറമടകളുണ്ട്. ഇതെല്ലാം ജനജീവിതം സ്തംഭിപ്പിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതെല്ലാം പ്രവർത്തനത്തിനെതിരെ ശക്തമായ രീതിയിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ഒരു സമരപരിപാടിയായിട്ട് മുമ്പോട്ട് ഇറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഈ റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്ക് കാരണം ഈ പാറമടകളാണോ? റോഡുകളുടെ ശോചനാവസ്ഥയ്ക്ക് ഈ പാറമടകളാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100%. 150%. കുടിവെള്ളത്തിനും ഒരുപാട് പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്, ക്ഷാമം ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് കിണറുകളിലെ വെള്ളം താഴോട്ട് താഴ്ന്നു പോകുന്ന രീതിയിൽ അവസ്ഥ വരുന്നുണ്ട്. ഓരോ ദിവസത്തിൽ ഓരോ രാത്രികൾ കഴിയുമ്പോൾ ചിലപ്പോൾ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് അരഞ്ഞാണങ്ങൾക്ക് താഴെയായിരിക്കും ഈ വെള്ളം കിടക്കുന്നത്. അപ്പം ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡുകൾ പണിതൊരു 2 മാസം അല്ലെ 3 മാസത്തിനുള്ളിൽ ഈ റോഡുകളെല്ലാം വീണ്ടും ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നുണ്ട്. അവിടെ ഭാരവാഹനങ്ങൾ അത് പോകാൻ പാടില്ല എന്നുള്ളത് പഞ്ചായത്തുകാർ എഴുതി വെച്ചിരിക്കുന്നതാണ്. പഞ്ചായത്ത് സെക്രട്ടറി എഴുതി വെച്ചിരിക്കുന്ന ബോർഡുകൾ പോലും നമുക്ക് അവിടെ കാണാൻ കഴിയും. പക്ഷെ ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ആ ഭാരവാഹനങ്ങൾ കടന്നു പോകുന്നത്, പ്രവർത്തിക്കുന്നത്. അപകടം നടന്നു കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നിലവിൽ ഭരണാധികാരികൾ കണ്ടു നോക്കണം. ഇങ്ങനെയുള്ള അനധികൃതമായിട്ട് നടക്കുന്ന പരിപാടികളെല്ലാം നിർത്തിയേ പറ്റും. അതിന് ശക്തമായ പ്രതിഷേധമായിട്ട് മുന്നോട്ട് ഉണ്ടാകുന്നത്. എഴുമറ്റൂര് പഞ്ചായത്തിലാണെങ്കിൽ ഒരു അമ്മയുടെ വീട് കാണണം, അത് മുഴുവൻ പൊളിഞ്ഞ് ഇനി അതിനെ ഒന്നിനും കൊള്ളത്തില്ല, അതൊരു അവസ്ഥയിലേക്കായിട്ടിരിക്കുകയാണ്. അപ്പൊ അത് ഈ പ്രധാനപ്പെട്ടത് ഇതിന്റെ മുകളിൽ പിന്നെ പ്രവർത്തിക്കുന്ന പാറമടയാണ്. സുനാമി എന്ന് പറയുന്ന ഒരു പാറമടയാണ്. ആ പാറമടയുടെ ഒരൊറ്റ പ്രവർത്തനം കാരണം കൊണ്ടാണ് ആ അമ്മയല്ല അവിടെ ആ പ്രദേശങ്ങളിലുള്ള വീടുകൾക്കെല്ലാം തകരാറുകളാണ് സംഭവിച്ചത്. അതിന് ശക്തമായി തന്നെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് മുന്നോട്ടിറങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ വർഷങ്ങളായി അവിടെ പൈപ്പ് ലൈൻ ഇട്ടിട്ട് പൈപ്പിനകത്ത് വെള്ളമില്ല. അവർക്ക് കുടിവെള്ളം ഭയങ്കര ക്ഷാമമാണ്. അവിടെ ഒരു 1-ാം വാർഡാണ് എഴുമറ്റൂർ പഞ്ചായത്തിന് 1-ാം വാർഡും 2-ാം വാർഡും കൂടെ ചേർന്നപ്പോൾ സ്ഥലങ്ങളാണ്. അതുപോലെ വഴികളെല്ലാം മിറ്റിലെല്ലാം ഇളകി കിടന്നു. നല്ലൊരു ആശ്വാസ കേസായിട്ട് വന്നാൽ ഒരു വണ്ടി വിളിച്ചാൽ വണ്ടി വരത്തില്ല. അതുപോലെ റോഡ് മൊത്തം പോയി കിടക്കുവാണ്. അതുപോലെ പൈപ്പ് ലൈൻ എടുത്തിട്ട് കുഴി മൂട്ടാതെ കിടക്കുന്നുണ്ട്. അതുപോലെ ചെറിയ പൈപ്പ് വീടുകളിലേക്ക് കൊടുക്കുന്ന ആ കുഴി പിന്നെ മൂട്ടാതെ കിടക്കുന്നുണ്ട്. അപ്പൊ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ് ഈ എഴുമറ്റൂർ 1-ാം വാർഡും ഈ 2-ാം വാർഡും. അപ്പൊ ഇത് കുന്നുകളാണ്. അതുപോലെ പാറമട, ഇവിടെ പാറ പൊട്ടിച്ചാൽ അത് ഒരു ദിവസം ഇത്ര വെടികളെ പൊട്ടിക്കാറുണ്ട്. അതിനെ മറികടന്നാണ് 100, 150, 120 ഒരു ദിവസം വെടി വെക്കുന്നത്. അത് സർക്കാരിന്റെ ലെവലിൽ പറയുമ്പോൾ 30 വെടിയെ ഒരു ദിവസം വെക്കാറുള്ളൂ. ഇത് 100, 150 വെടികൾ വെക്കും. അതുപോലെ തന്നെ ഒരു ദിവസം 35 വാഹനമേ അവിടെ കല്ല് കയറ്റാൻ പറ്റത്തുള്ളൂ. അതിന് 100 മേളിലാണ് വണ്ടികൾ ഇവിടെ വരുന്നത്. ഇതൊക്കെ ഞങ്ങൾ പോയി, ഞാനും സുമേഷ് സാറും പോയി അതെല്ലാം കണ്ടു, അവരോട് പറഞ്ഞാണ്. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ ഒരു ദിവസം ചെന്നപ്പം അല്ല സാറേ, ഒരു വെളുപ്പാങ്കാലത്ത് 4 മണിക്കൊക്കെയാണ് അവിടെ കല്ല് മൊത്തം എടുത്ത് വിടുവാണ്. 4 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്തു. അപ്പം നേരം എടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും അവിടെ ചെല്ലുവാണെങ്കിൽ പാറമട പ്രവർത്തിക്കുന്നില്ല. പക്ഷെ രാത്രി മൊത്തം ആ പാറമട പ്രവർത്തിക്കും. പാറ കൊടുത്ത് തീർത്തു. 4 മണിയാകുമ്പോ പാറ കൊടുത്ത് തീർത്തു. പിന്നെ 4 മണി കഴിഞ്ഞാൽ പാറ കൊടുക്കാൻ ഇല്ല. 6 മണിയാകുമ്പോൾ സംഭവം ഇല്ല അവിടെ. അത് നമ്മൾ കാണാം. 3 മണി സമയത്ത് നമ്മളവിടെ ചെല്ലുവാണെങ്കിൽ വണ്ടികൾ വല ഇറങ്ങി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു എണ്ണിക്കഴിഞ്ഞാൽ ഒരു 120, 130 വണ്ടിയോളം ഞങ്ങൾ എണ്ണിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് ശക്തമായിട്ടുള്ള രീതിയിലാണ് അവർ പ്രവർത്തിച്ചത്. ഇത് മൊത്തം കുഴിച്ചെടുത്ത്
വലിയ വലിയ ഗർത്തങ്ങൾ ഓൾറെഡി തയ്യാറായി കഴിഞ്ഞു. ഇനിയിപ്പം ഒരു ഉരുളുപൊട്ടൽ ഉണ്ടാകാൻ പോകുന്നത് ചിലപ്പോൾ എഴുമറ്റൂർ ഭാഗത്താണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ. വിദേശ ജോലി ഇനി വിദൂരമല്ല. നെക്സ ഗ്ലോബൽ എമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് വഴി നിങ്ങൾക്ക് വിദേശ ജോലി തേടി പോകാം ഈസിയായി. ഓസ്ട്രേലിയ, കാനഡ, ജർമ്മൻ എന്നിവിടങ്ങളിൽ PR ആഗ്രഹിക്കുന്നവർക്ക് ഡോക്യുമെന്റേഷനോട് കൂടിയ PR സർവീസും നേരിട്ടെത്തി ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന വിസിറ്റിംഗ് വിസ സർവീസുകളും ചെയ്തു നൽകുന്നു. ജർമ്മനി ലക്ഷ്യം വയ്ക്കുന്നവർക്ക് ജർമ്മനിയിലെത്തി 1 വർഷം വരെ നേരിട്ട് ജോലി അന്വേഷിക്കാനും താൽക്കാലിക ജോലി ചെയ്യാനും സാധിക്കുന്ന ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നു. കൂടാതെ എംബസി ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സർവീസും ഷോ മണി അസിസ്റ്റൻസും അവൈലബിൾ ആണ്. IELTS ഇല്ലാതെ സ്റ്റുഡൻസ് വിസയും ലഭ്യമാണ്. ഫോർ മോർ ഡീറ്റെയിൽസ് നെക്സ ഗ്ലോബൽ ഇമിഗ്രേഷൻസ് ആൻഡ് സ്റ്റഡി അബ്രോഡ്. ഫോൺ നമ്പർ 773610 6346 8714 556346.